തിരുവോണം പ്രമാണിച്ചുള്ള പ്രത്യേക ലൈവ് ഷോ തുടരുകയാണ്. തിരുവോണത്തോണി ഈ പരിപാടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിയുടെ നമ്മുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ചില വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിശാലമായ ഫ്ലോറിൽ നിന്ന് നമ്മുടെ കൃതഹസ്ഥരായ നമ്മുടെ ക്രൂവിൻ്റെ പിൻബലത്തോടെ അല്ലേ, നമ്മൾ ബ്രിജിൻ്റെ പരിപാടിക്കൊക്കെ പശ്ചാത്തലം ഒരുക്കിയതൊക്കെ അവരാണ്. അപ്പോൾ അവരുടെ സഹായത്തോടെ നമ്മൾ ഈ മോർണിംഗ് ഷോ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോപി കൃഷ്ണൻ KR കുറേ കാലമല്ലോ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററൊക്കെ അല്ലേ ഇപ്പോൾ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ മനോഹരമായിട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു, മത്സരത്തോടുകൂടി പോകുന്നു. അതാരാ അവിടെ ഒരാൾ വന്നിരിക്കുന്നത്? ഓ, ഞാൻ വിചാരിച്ചു തിരുവോണമായിട്ട് ആരോ കയറി വരൂ, കയറി വാ അല്ലേ. വരൂ. എവിടെയായിരുന്നു? Boss is always late എന്നല്ലേ? Boss is always right. Always right, always late. You are the boss. You are the Boss is always late എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് വരുന്ന ബോസിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ലേറ്റ് ആയിരിക്കുമെന്ന് എന്നോ ആരോ പറഞ്ഞു. You are a person. ചെറിയ പ്രശ്നമുണ്ട്. അല്ലെ, നമുക്ക് നേരത്തെ ഇപ്പൊ വ്യക്തമായി. കൃഷ്ണ ചെറിയാൻ കൂടി നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നു. ഇനി അന്തർദേശീയ വാർത്തകൾ വായിച്ച് ആളുകളെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ഒരാൾ കൂടി നമുക്കൊപ്പം ചേരാനുണ്ട്. കൊമ്പടി ഞാമക്കൽ PP ജെയിംസ്. അല്പസമയത്തിനാവും. കൊമ്പടി ഞാമക്കൽ അറിയാമല്ലോ, പുരാതനായ സ്ഥലമാണ്. എന്ത് സൂപ്പർ സ്ഥലമാണെന്ന് അറിയാമോ? ഞാൻ അവിടെ പോയിട്ട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ 2 സ്വപ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വപ്നം ഹിമാലയം കയറണം, ഇതുവരെ നടന്നിട്ടില്ല. മറ്റൊന്ന് കൊമ്പടി ഞാമക്കൽ എത്തണം. അതിനുള്ള അവസരം PP ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. ഒരിക്കൽ പോയാൽ പിന്നെയും പോകണം എന്നുള്ളൊരു ത്വര നമ്മളെ വേട്ടയാണ്. ഇങ്ങനെയാണ് അത്. അതുകൊണ്ടാണ് PP ജെയിംസ് വരൂ ഒരു മ്യൂസിക് ഇട്ട് വരൂ. PP ജെയിംസ് വരികയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ വാർത്തകൾ വായിച്ച്, യുദ്ധത്തിന്റെ വാർത്തകളൊക്കെ വായിച്ച ആളുകൾ അത്ഭുതപ്പെടുത്തിയ അതേ മനുഷ്യൻ വന്നാലും കൊണ്ടാലും മതി വരാത്ത ഒരു PP ജെയിംസ് എവിടെയായിരുന്നു മനുഷ്യ? ഇത് നിങ്ങളെ കാണാത്ത പിന്നെ ഒരു ഇതുകൂടി പറ്റി, സത്യം പറയണല്ലോ. എന്ത് പറ്റി? സംഘാടക സമിതി സമയത്ത് അറിയിച്ചില്ല. അതുകൊണ്ട് ഈ കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിക്കാൻ കട കുത്തി തുറക്കേണ്ടി. ഇടയിൽ ഒരു സംഭവം അറിഞ്ഞില്ലല്ലോ. ഇല്ല. വിദ്യാപാലനെ പരിചയമുണ്ടോ? വിദ്യാപാലനുണ്ട്, ദേ നിൽക്കുന്നു. കണ്ടല്ലേ, അതാ PP. പക്ഷെ പൂർവ്വജന്മത്തില് അനൂജ രാജകൃഷ്ണനായിരുന്നു. PP പശ്ചിമേഷ്യയിലെ ഗസയിലൊക്കെ സമാധാനമായോ? സമാധാനമായിട്ടില്ല, നല്ല യുദ്ധം. ഞാൻ വിചാരിച്ചു അവിടെ കണ്ട് വിട്ടുപോയോ PP ജെയിംസ്? ഇപ്പൊ എന്ന് വന്നു? ഞാനിപ്പോ ലാൻഡ് ചെയ്തോളൂ. ഓക്കെ, നന്നായി, കയറിയുന്നുള്ളൂ. ഈ നമ്മള് PP ജെയിംസ് മുന്നോട്ട് വന്ന് നല്ലൊരു ചെറിയ കാര്യം കൂടെ. ആഷ്മി ഒന്ന് മുന്നോട്ട് വന്നേ. PP ജെയിംസിന്റെ ശബ്ദം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ആഷ്മി താജ്ബുറ അനുകരണ വിദഗ്ധൻ അനുകരിച്ചു. അല്ല, ഹാഷ്മി പലയിടത്തും എന്നെ അനുകരിച്ച് കൈയടി നേരുന്നുണ്ട്. മാത്രമല്ല, ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ആഷ്മി അതൊന്ന് ഒരു കാര്യം ചെയ്യാം. അപ്പം ആരാണ് നന്നായിട്ട് ഹാഷ്മി പ്രവിധ എന്ന് വിളിക്കുന്നത് നോക്കാം. മാത്രമല്ല, PP-യേക്കാൾ നന്നായി അവതരിപ്പിക്കുന്ന PP രംഗം വിട്ടേക്കണം. റെഡി? അപ്പൊ PP തുടങ്ങാമല്ലോ. ആഷ്മി തുടങ്ങാമല്ലോ. അതായത് മോർണിംഗ് ഷോ സമയത്ത് പറയല്ലോ, രാജ്യാന്തര വാർത്തകൾ പറയല്ലോ. അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് എങ്ങനെ തുടങ്ങുക? അതാണ് ഹാഷ്മി പ്രവിധ ഹായ് എന്നാണ് പറയുക. അത് ഒന്ന് പറയാമോ? PP ഒന്ന് പറയുക. അല്ല, അത് അതുപോലെ തന്നെ പറയുമെന്ന് അറിയാൻ വേണ്ടി. രാജ്യാന്തര വാർത്തകളുമായി ജെയിംസ് സാറുണ്ട്. ഹായ് ജെയിംസ് സാർ. ഹായ് ഹാഷ്മി പ്രവിധ ഹായ്. ഹായ് ഹാഷ്മി, ഹായ് പ്രവിധ, ഹായ് ഹായ്. നന്നായി. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇടിനാശത്തിന്റെ വാർത്തയാണ്. വെള്ളപ്പൊക്കം പറയുന്നത്. ഞാൻ വിചാരിച്ചതേ ഹാഷ്മി ചേട്ടന്റെ ഈ ഞാൻ പറയണ്ടല്ലേ, ഈ കഴിവ് അല്ല, ഈ ശബ്ദത്തെ ഞാൻ പറയുന്നില്ല, ആൾക്കാർക്ക് മനസ്സിലാവും ശബ്ദം എന്താണെന്ന്. ആ ശബ്ദത്തിനെ കൊണ്ട് ഇത് മാത്രം ഈ ഇൻട്രോ പറയാൻ മാത്രം പറ്റൂന്നാ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ എല്ലാം തെളിയിച്ചു. കൈയ്യടി വന്നിട്ടുണ്ട് നമുക്ക്. ഇടയ്ക്ക് PP ജെയിംസിന്റെ ഒരു ഓഡിയോ ലീക്കായി. PP പുറത്തു പറഞ്ഞത് ആഷ്മിയുടെ ആണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ കയ്യിലൊരു പണ്ടൊരു നോക്കിയ ഫോൺ ഉണ്ടായി, ഇപ്പൊ കാണുന്നു. അത് വാട്സപ്പ് ഇല്ലാത്തൊരു നോക്കിയ ഫോൺ ഇല്ലായിരുന്നു കയ്യിൽ പണ്ട്? നോക്കിയ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ദേഷ്യം വന്നപ്പോ എറിഞ്ഞു പൊട്ടിച്ച്. ഗോപികൃഷ്ണൻ പരിചയമില്ല PP ജെയിംസിനെ?
ഇതാണ് പി വിജയൻ. നന്നായി പരിചയം. അല്ല ഗോപിയാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചത് ഓടി വരാൻ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രേക്ഷകർ അന്വേഷിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. കൃഷ്ണ ഈ മധു കൊട്ടാരക്കര കൃഷ്ണനെ അന്വേഷിക്കുന്നുണ്ട്. കാര്യം എന്തിനാണ് മധു സർ? കൊട്ടാരക്കര എനിക്ക് പണി തരാൻ മാത്രമേ അദ്ദേഹം എന്നെ അന്വേഷിക്കാറുള്ളൂ. മധു കൊട്ടാരക്കരയ്ക്ക് ശേഷം ആരും എന്ന് തെളിയിക്കാണ് കൃഷ്ണ. അല്ല അദ്ദേഹം എനിക്ക് പണി തരാൻ വേണ്ടി മാത്രമേ അന്വേഷിക്കാറുള്ളൂ.